ഇപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് റിവ്യൂ ചെയ്തപ്പം ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റി ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പം അത് കേട്ടപ്പോ എന്ത് തോന്നി? കാരണം ഭയങ്കര സ്കൂൾ ഫൈറ്റ് ആണ്, പക്ഷെ ഒരു KGF ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത്? അഭിപ്രായങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കും രണ്ടഭിപ്രായം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ അവർക്ക് കണ്ടപ്പോൾ അത് മേ ബി വർക്കായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സ്റ്റുഡൻസ് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഇറങ്ങി തിരിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് നമ്മളതിൽ കാണിച്ചിട്ടുള്ളത്. അത് കുറെ പേർക്ക് വർക്കായവരുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. നമ്മളും ഓരോ സിനിമ കാണുമ്പോൾ പോസിറ്റീവ് മാത്രം എടുക്കാം. നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ ഓരോ അഭിപ്രായങ്ങളാണല്ലോ, അതിനങ്ങനെ കാണാൻ ശ്രമിക്കും. അതാണ് ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? കമന്റ്സ് എപ്പോഴും വായിക്കുന്ന ഒരാളാണ്. അത് ഇന്ന സിനിമയുടെ മാത്രമല്ല, അതിന്റെ ഒരു ശീലമാണ്. അത് ശരിക്കും എഫക്ട് ചെയ്യില്ലേ? ശരി, നമ്മൾ എന്ത് നല്ല പോസ്റ്റ് ഇട്ടാലും ഒരു നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് വരും. അപ്പൊ ഇരുന്ന് ആരും കാണാതെ പോയിട്ട് ഈശ്വരാ വേണ്ടിയിരുന്ന് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ കഥകളുണ്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ എന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് വേണമെന്നില്ല. ചില സാധനങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ഓരോ കമന്റ്സ് കാണുമ്പോൾ ആലോചിക്കാണ്ട്, എന്നാലും ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അത് അതങ്ങ് വിട്ടേക്കും. അത് മനസ്സ് കൊണ്ടിറക്കുവോ? വിട്ട് കളയാൻ കുറച്ച് സമയം എടുക്കും. സമയം എടുത്തിട്ടാണെങ്കിലും പിന്നെ പതുക്കെ പിന്നെ മറക്കും. ഒരു ദിവസമൊക്കെ ഇരിക്കും, പിന്നെ അത് ഞാൻ പെട്ടെന്ന് അതങ്ങോട്ട് മാറും. പിന്നെ നെക്സ്റ്റ് ഡേ അതിലങ്ങനെ പോകും. പിന്നെ അടുത്തത് കിട്ടും. അതെ, അടുത്തത് കിട്ടും. അടുത്തത് കിട്ടുമ്പോൾ അടുത്തേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അതിൽ കുറച്ചു നേരം സ്റ്റിക്ക് ഓൺ ആവും. പിന്നെ വിട്ടുകളയും. ഇപ്പം പുതിയ സിനിമകൾ വരുന്നുണ്ടല്ലോ, അപ്പം ഓഡിഷൻസ് ഒക്കെ ഇപ്പോഴും കൊടുക്കാറുണ്ടോ? ഓഡീഷനായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ കാസ്റ്റിംഗ് കോള് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് ഭാഗമാവണം തോന്നിയ സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ കാസ്റ്റിംഗ് കോൾ അയക്കാറുണ്ട്. പക്ഷെ പിന്നെ അങ്ങനെ ഓഡീഷന് പോകേണ്ടി വന്നിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തും. ഇപ്പോൾ മേ ബി അറിയുന്ന ഒരാളായതുകൊണ്ടാണെന്ന് അറിയില്ല ഓഡീഷന് വിളിക്കാത്തത്. ഓഡീഷൻ കോൾ ഇതുവരെ വന്നിട്ട് പിന്നെ അങ്ങനെ പോയി ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ലാസ്റ്റ് ചെയ്തൊരു ഇതിന് ചെയ്തപ്പോ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി. പക്ഷെ എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് അങ്ങനെ ഒക്കെ പോകാറുണ്ട്. ഇപ്പോഴാണല്ലോ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ സിനിമേനെ ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഇനി സിനിമകൾ ചെയ്യണം, സിനിമയോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ള ഒരു 3-4 വർഷമായിട്ട് തീരുമാനത്തേക്ക് എത്തിയത്. അപ്പൊ അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ അയച്ചു തുടങ്ങിയതും ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. മറ്റേത് അതുവരെ ഉള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാ, എന്തൊക്കെയോ കൊണ്ട് കാരണങ്ങളാൽ എത്തിപ്പെട്ടതാണ്. അപ്പം ഈ സിനിമയിൽ നമ്മൾ പൊതുവെ എപ്പോഴും സംസാരിക്കുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നാണ്. സ്ത്രീകൾ മാത്രമല്ല, മോസ്റ്റ്ലി. അപ്പം അങ്ങനെയൊന്ന് ഇപ്പം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അധികം അങ്ങനെ നേരിട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിലേക്ക് വരുന്ന കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ സിനിമ ഒരു സേഫ് പ്ലേസ് ആണെന്ന് പറയാൻ പറ്റുമോ? സേഫ് പ്ലേസ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരികൾ, നമ്മുടെ ഒരു ഇത് അതിൽ ഉറച്ചു നിന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലായിടത്തും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രി, ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. പ്രശ്നങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മീഡിയ കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും പേടി കുറച്ചും കൂടി, എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെ ആവും എന്നുള്ളത് കൊണ്ട്. കാസ്റ്റിംഗ് കോച്ച് മാത്രമല്ല കേട്ടോ, വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരുപാട് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പോലെ തന്നെ ഇഷ്യൂസ് ഇവിടെയും ഉണ്ട്. സേഫ് പ്ലേസ് ആണ് എന്റെ അനുഭവം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഓക്കെയാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ രീതിക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് പോവാ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പം ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് നമ്മളെ വന്ന് ഒരാൾ സെൽഫി എടുക്കുന്നത് സംസാരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കുറെ കൂടെ നമ്മുടെ പ്രൈവസിയിലേക്ക് കയറി ചെന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അത്രത്തോളം ക്രൗഡിലേക്കൊന്നും പോയി അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. പലരുടെയും അനുഭവങ്ങൾ അല്ലെങ്കിൽ പലരും പറയണ കേട്ടിട്ട് തോന്നാറുണ്ട്. പ്രൈവസി അതാണ് വേറൊരു ഈ ഫീൽഡിലെ ഒരു ഇതാണ്. പബ്ലിക് ഫിഗർ ആവുമ്പോൾ നമ്മൾ മൊത്തത്തിൽ
മൊത്തത്തിൽ പബ്ലിക്കായ ഒരു ഫീലാണ് എല്ലാവർക്കും തോന്നുന്നത്. എന്താ അങ്ങനെ പറഞ്ഞൂടാ, എന്താ അങ്ങനെ നിന്നൂടാ, കുറച്ചു നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തൂടെ, അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് വേണം എന്നുള്ളത് ആണ് തോന്നിയിട്ടുള്ളത്. അത് എനിക്കിതുവരെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാനില്ല. എല്ലാരും പറഞ്ഞു ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്ത അവിടെ വരില്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടോ? കോൺഷ്യസ്, അത് ചെറുപ്പം തൊട്ടേ അത് നമ്മള് ഇതിന്റെ ഭാഗമായി വന്നോണ്ട് ആ കോൺഷ്യസ്നെസ് മനസ്സിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനെ വർത്താനാവോ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ജയശ്രീനെ എടുത്ത് നോക്കിയാൽ നമ്മൾ എപ്പോഴും ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ഫേസ് ആണ് മാളവിക, അല്ലെ? അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇപ്പം ബയോല് നിങ്ങളുടെ വിക്കിപീഡിയയിൽ പോലും സിനിമകൾ അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോ കറുത്ത പക്ഷികള്. അപ്പോ അങ്ങനെ കാണുമ്പം അല്ലെങ്കിൽ പേര് മാറ്റിയൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താ സങ്കടാണോ? ഈശ്വര, എന്തിനാ അങ്ങനെ എന്താ തോന്നാറുള്ളത്? അതെന്താ വെച്ചാൽ അതും കോയിൻസിഡന്റ്ലി അങ്ങനെ സംഭവിച്ചു പോയതാ. ഞങ്ങൾ ഒരേ സമയത്ത് സിനിമയിൽ വന്നവരാ. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും കറുത്ത വിഷയുള്ള കുട്ടി, അതല്ലേ ഈ കുട്ടിയപ്പോ പിന്നെ ആരാ എന്ന് വിചാരിക്കുന്നുണ്ട്. രണ്ടും ഒരാളാണെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആൾക്കാർ. ഒരാളുണ്ട് എന്നേ എല്ലാവർക്കും അറിയുള്ളൂ. രണ്ടുപേരുണ്ട് എന്നുള്ള ഏതോ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നല്ല രണ്ടാണ് എന്ന് പറഞ്ഞ പോലെ ജയശ്രീയുണ്ട്, മാളവികയുണ്ട്. ഞങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യപ്പെടാറുണ്ട്. എന്റെ അടുത്ത് വന്ന് ചോദിക്കും അവൾ ചെയ്ത ക്യാരക്ടേഴ്സ്, അവളുടെ അടുത്ത് പോയി എന്റെ ക്യാരക്ടേഴ്സും ചോദിക്കും. സത്യത്തിൽ മാളവിക എന്ന പേരാണ് കൂടുതൽ പേർക്ക് അറിയാം. ഒരുപാട് മാളവികയുണ്ട് താനും. അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ അതെ, അവളുടെ പേരാണ് കുറച്ചുകൂടി കൂടുതൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. അവളാണ് കുറച്ചുകൂടി കൂടുതൽ മൂവീസ് ചെറുപ്പത്തിൽ കുറച്ചുകൂടി രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ജയശ്രീ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സാധനം എവിടേക്കും മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ ടൈം ആകുമ്പോൾ സെറ്റ് ആവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം കുട്ടിക്കാലത്ത് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ ആ സമയത്ത് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നറിയാം. അപ്പൊ ഇപ്പം ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന്. ഒബ്വിയസ്ലി നമുക്ക് അന്ന് കിട്ടി, അത് ഇന്നത്തെ സമയം പോലെ അല്ലല്ലോ. ആൾക്കാരിലേക്ക് അധികം എത്തി. ഇന്നാണെങ്കിൽ വലിയ സംഭവമായിട്ട് നമുക്ക് ആഘോഷിക്കപ്പെടും എന്നുള്ള സാധനമുണ്ട്. അന്നത്തെ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളൊക്കെ അപ്പുറം ഒരുപാട് റെസ്പോൺസും അല്ലെങ്കിൽ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതിന്റെ വാല്യൂ അറിയണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് അതിന്റെ ഇപ്പൊ കിട്ടിയാലും സന്തോഷമാണ്. പക്ഷെ ആ കിട്ടിയതിൽ തിരിഞ്ഞാലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അന്നൊക്കെ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ചെറുപ്പം മുതൽ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കും. ഇപ്പം ഇടിയൻ ചന്തു ലാസ്റ്റ് വരെ ഉള്ള ചെയ്തു, ടർക്കിഷ് തർക്കത്തിലും എല്ലാം അത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അപ്പൊ മൊത്തത്തില് ചെയ്ത ക്യാരക്ടറില് ഒരു ഫേവറേറ്റ് ക്യാരക്ടർ എടുത്ത് പറയാൻ പറഞ്ഞ ഏതായിരിക്കും? ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് ഞാൻ അറിഞ്ഞ് മനസ്സറിഞ്ഞ് തുടങ്ങിയത് ആക്ഷൻ ഹീറോ ബിജു ആണ്. അപ്പോ അത് വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം. പിന്നെ ഇപ്പോ ഇടിയൻ ചന്തു, ഇത് രണ്ടും. ഇടിയൻ ചന്തു എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോ അത് രണ്ടും. ബാക്കിയുള്ളൊന്നും ഇഷ്ടമില്ല. ഭ്രമരും ജലജയും ഇടുക്കി ഗോൾഡ് ജലജ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ജലജയാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജലജ അവിടെ ഇരിക്കുകയാണ് ആ ഒരു ലുക്ക് തന്നെ. ബാക്കിയുള്ളവർക്ക് മേ ബി കൂടുതൽ ജലജയാണ് എന്റെ അടുത്ത് പറയാറില്ല, ജലജയും അമ്പിളിയും ഒക്കെ. പക്ഷെ ബിജു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പിന്നെ എൻ്റെ ഒരു പ്രായം അതിലേക്ക് എത്തിയില്ല. അപ്പൊ സിനിമ എന്നുള്ള എന്താന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിവിൻ ചേട്ടന്റെ മൂവി, ഷൈൻ സാറിന്റെ മൂവി എന്നൊക്കെ അറിഞ്ഞ അത്രയും സന്തോഷത്തോടുകൂടി അതിനുവേണ്ടി സ്കൗട്ട്സ് ഒക്കെ NC സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഒരു കുറച്ചും കൂടി അതിനൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം ജയശ്രീ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ 2018 അതിലാണെങ്കിലും ഇപ്പോ ഈ ഇടിയൻ ചന്ദ്രനും +2 ആ ഒരു ക്യാരക്ടർ ഒരു പഠിപ്പി, അതായത് സ്വന്തം ക്യാരക്ടറിനോട് ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലേ? കാരണം 2018 ഇറങ്ങിയ സമയത്ത് എല്ലാരും പറഞ്ഞിരുന്നു ആ ഒരു വലിയ മഴയത്തും പാമ്പിന്റെ ഇടയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തപ്പിയെടുത്ത് പിടിക്കുന്ന ആ ഒരു പഠിപ്പി ലുക്ക്. ആ സമയത്ത് അങ്ങനെയൊക്കെ റെസ്പോൺസ് വന്നിരുന്നോ? ജീവിതത്തിലും പഠിപ്പി? അതല്ല ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, റിയൽ ലൈഫിലും പഠിപ്പി എന്നുള്ള ടാഗ് ലൈൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ 2018 എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ് എന്താ പറയാ, +2 കഴിഞ്ഞ് IAS പഠിച്ചു കഴിഞ്ഞ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടിയാണ്. ഇതിൽ വരുമ്പോൾ ഇടിയൻ ചന്തുവിൽ +2 സ്റ്റുഡന്റ് ആണ്. അപ്പോൾ 2020 റിലീസായ സമയത്ത് അങ്ങനത്തെ റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ആസിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നെങ്കിൽ ചീത്ത വിളിച്ചാനേന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വരെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയിക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ, അത് രസമായിരുന്നു കേട്ടോ വായിക്കാനൊക്കെ. പക്ഷെ അതോടൊപ്പം തന്നെ അത് റിയൽ ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു.
ഞാനിങ്ങനെ പോയിട്ടുണ്ട്, കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്.